ലോക് ജനശക്തി പാർട്ടി കേരളയുടെ സംസ്ഥാന അധ്യക്ഷനായി അരുൺ വേലായുധൻജി, ദേശീയ അധ്യക്ഷൻ ചിരാഗ് പസ്വാൻജിയുടെ നിർദ്ദേശാനുസരണം ദേശീയ ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാലിഖ് ജിയാണ് സംസ്ഥാന അധ്യക്ഷനെ നിയമിച്ചത്. NDAയുടെ ഭാഗമായ ഇവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ഉൾപ്പെടെ 4 ജില്ലകളിൽ മത്സരിക്കും. എൻ്റെ പേര് അരുൺ വേലായുധൻ എന്നാണ്. സ്വദേശം തിരുവനന്തപുരം ജില്ലയാണ്. കഴിഞ്ഞ ഒരു 10-12 വർഷക്കാലമായിട്ട് ലോക് ജനശക്തി പാർട്ടി രാംവിലാസ്, ലോക് ജനശക്തി പാർട്ടി ആദ്യം 2000 നമ്മുടെ ആദരണീയനായ മുൻ മന്ത്രി ശ്രീ രാംവിലാസ് പാസ്വാൻ രൂപം കൊടുത്തതാണ്. അതിനുശേഷം ആ പാർട്ടി രണ്ടായപ്പോഴാണ് രാംവിലാസ് എന്നും ലോക് ജനശക്തി പാർട്ടി എന്നും അങ്ങനെ രണ്ടായത്. അതിൽ ലോക് ജനശക്തി പാർട്ടി രാംവിലാസ്, അതിൻ്റെ നാഷണൽ പ്രസിഡന്റ് ശ്രീ രാംവിലാസ് പാസ്വാൻജിയുടെ മകനായിട്ടുള്ള ചിരാഗ് പാസ്വാനാണ്. ഇന്ന് അദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് ലോക് ജനശക്തി പാർട്ടി രാംവിലാസ്. അതിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായതിനു ശേഷം ഞാൻ നടത്തുന്ന ആദ്യത്തെ വാർത്താ സമ്മേളനമാണ്. ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവാണ് നമ്മളിന്ന് പാർട്ടിയുടെ പേരിൽ നടത്തുന്നത്. പാർട്ടിയെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലൊരു നെറുകയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം നമ്മൾ ഇന്ന് എറണാകുളത്ത് നിന്ന് ആരംഭിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് NDAയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണെങ്കിലും ഞങ്ങളെന്നും പിന്തുണ കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നതും ന്യൂനപക്ഷ സമുദായത്തെയും പിന്നോക്ക വിഭാഗത്തെയുമാണ്. കാരണം രാംവിലാസ് പാസ്വാൻജി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ആശയും അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും അഭിലാഷവുമൊക്കെ സാധാരണക്കാരായിട്ടുള്ള പിന്നോക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലുള്ള ആൾക്കാരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പാർട്ടിക്ക് പോലും അദ്ദേഹം രൂപം കൊടുത്തത്. അപ്പോൾ അത് ഞങ്ങൾ ഇന്നും ശിരസാവഹിച്ചുകൊണ്ട് അത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഒരു NDAയുടെ ഘടകകക്ഷിയാണെങ്കിലും പിന്നോക്ക വിഭാഗങ്ങളെ സുരക്ഷിതമായി നിർത്തുന്നതിന് വേണ്ടിയിട്ടും അവരുടെ സമഗ്രമായിട്ടുള്ള വികസനവുമാണ് നമ്മുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് കഴിഞ്ഞ ഒട്ടനവധി കാലങ്ങളായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുന്നു. ഇന്ന് ഞാൻ സംസ്ഥാന പ്രസിഡൻ്റായിട്ട് അധികാരം ഏറ്റെടുത്തതിന് ശേഷമുള്ള ഒരു ടേക്ക് ഓഫാണ് നടക്കുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങളെല്ലാവരും എത്തണം. വരും നാളുകളിൽ കേരളത്തിൽ നമ്മുടെ പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവും. നിയമസഭയിലേക്ക് ഞങ്ങൾ മത്സരിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യവും കർത്തവ്യവും അതാണല്ലോ. അപ്പം ഞങ്ങൾ നിയമസഭയിലത്തേക്ക് കൃത്യമായ സീറ്റ് NDA ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഞങ്ങളിൽ ആരെയൊക്കെയാണ് സ്ഥാനാർത്ഥികളായിട്ട് നിശ്ചയിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് നമ്മുടെ നാഷണൽ കമ്മിറ്റി വ്യക്തമായ ഒരു വിലയിരുത്തൽ നടത്തിയതിന് ശേഷം അഭിപ്രായം പറയുന്നതായിരിക്കും. ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ ഇതേ വേദിയിൽ ഇതേ അവസരത്തിൽ തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് പറയുന്നത് എപ്പോഴും ന്യൂനപക്ഷവും അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗങ്ങളുമാണ്. ഞങ്ങളെ സംബന്ധിച്ച് തിരുവനന്തപുരം, മലപ്പുറം, ഞങ്ങൾ ഇരിക്കുന്നത് തന്നെ പല ജില്ലകളാണ്. ഇദ്ദേഹം പത്തനംതിട്ട ജില്ലയാണ്, ഇദ്ദേഹം എറണാകുളം ജില്ലയാണ്, അദ്ദേഹം എറണാകുളം ജില്ലയാണ്, രണ്ടുപേരും വയനാട് ജില്ലയാണ്. അപ്പോൾ കേരളത്തിലെ 14 ജില്ലകളിലും ഈ പറഞ്ഞതുപോലെ ന്യൂനപക്ഷവും പിന്നോക്ക സമുദായവും അതുപോലെ തന്നെ ഈ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന ദേശസ്നേഹമുള്ള മുഴുവൻ ആൾക്കാരും പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഞങ്ങൾ 4 സീറ്റുകളാണ് പ്രധാനമായിട്ട് ആവശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് വയനാട്, ഒന്ന് കോഴിക്കോട്, ഒന്ന് തിരുവനന്തപുരം, ഒന്ന് എറണാകുളം. 4 ജില്ലയാണ് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പാർട്ടിയെ ക്രിയാത്മകമായി ചലിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദേശീയ നേതൃത്വം തീരുമാനിച്ചതിൻ്റെ ബാക്കി പത്രമായാണ് ബഹുമാനപ്പെട്ട ശ്രീ അരുൺ വേലായുധൻജിയെ ദേശീയ പ്രസിഡൻറ്റിൻ്റെ അനുവാദത്തോടുകൂടി ദേശീയ ജനറൽ സെക്രട്ടറി ചീഫ് കേരള സംസ്ഥാന അധ്യക്ഷനായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പോൾ മുൻപ് ചോദിച്ചു കേരളത്തിൽ ഈ പാർട്ടിയുടെ പ്രസക്തി അല്ലെങ്കിൽ പാർട്ടിയുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന്. ഈ പാർട്ടി കഴിഞ്ഞ കുറേ വർഷമായി ഈ പാർട്ടി കേരളത്തിൽ എല്ലാ ജില്ലകളിലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ചില സാങ്കേതികമായ ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് കുറച്ച് പ്രവർത്തനത്തിൽ നിന്ന് പിന്നോക്കം പോയി എന്നുള്ള സത്യാവസ്ഥ മനസ്സിലാക്കാതിരിക്കാൻ പറ്റില്ല. എങ്കിലും ആ ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കേരളത്തിലെ ഈ പാർട്ടിയെ ശക്തിപ്പെടുത്തുക, അതിനുവേണ്ടി കൂടിയുള്ള തീരുമാനമായിട്ടാണ് ബഹുമാനപ്പെട്ട ചിരാഗ് പാസ്വാൻജി പുതിയ സംസ്ഥാന നേതൃത്വത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും സംസ്ഥാന
സമിതിയിലേക്ക് എല്ലാ ജില്ലകളുടെയും പ്രാതിനിധ്യത്തോടു കൂടി അത് കൃത്യമായ അർഹമായ കാര്യങ്ങളിൽ അത് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രവർത്തനം വെക്കത്തക്ക രീതിയിലുള്ള ആ ഒരു സംവിധാനത്തോടു കൂടി നിലനിന്ന് പോകത്തക്ക രീതിയിലുള്ള സംസ്ഥാന കമ്മിറ്റി ആയിരിക്കും. ഏതാണ്ട് 30 അംഗങ്ങൾ അടങ്ങുന്ന ഒരു സംസ്ഥാന സമിതിയാണ് ഇപ്പോൾ ഞങ്ങൾ രൂപീകരിച്ചിട്ട് ഇന്ന് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ 14 ജില്ലകളിലും എല്ലാ നിയോജക മണ്ഡലങ്ങൾ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ നമുക്ക് എറണാകുളം, അതോടൊപ്പം തന്നെ പത്തനംതിട്ട, കോഴിക്കോട്, വയനാട്, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിൽ നമുക്ക് ഏതാണ്ട് മൊത്തം 34ഓളം നിയോജക മണ്ഡലങ്ങളുടെ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. കൂടാതെ ഇനി എല്ലാ ജില്ലകളിലും ഒരു നമ്മുടെ പാർട്ടിയുടെ നേതൃത്വത്തിലും സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ ഒരു വാഹനജാഥ കാസർഗോഡ് മുതൽ സംഘടിപ്പിക്കുവാനായിട്ട് ഒരു തീരുമാനമുണ്ട്. ആ വാഹനജാഥ കേരളത്തിലെ 14 ജില്ലകളും കവർ ചെയ്ത് വരുമ്പോൾ സംസ്ഥാനതല മെമ്പർഷിപ്പ് ക്യാമ്പയിനുകൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനതല ജില്ലാ കമ്മിറ്റികളിൽ ആളുകളുടെ പ്രാതിനിധ്യം കൂട്ടിക്കൊണ്ട് പുതിയ ജില്ലാ കമ്മിറ്റികൾ പ്രഖ്യാപിക്കുക, അതോടൊപ്പം തന്നെ നമ്മളുടെ നയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് ലഘുലേഖകൾ വിതരണം ചെയ്യുക തുടങ്ങിയുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടായിരിക്കും ഈ വാഹനജാഥ എല്ലാ ജില്ലകളും കവർ ചെയ്ത് പോവുക. ഈ ജാഥ കാസർഗോഡിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും തിരുവനന്തപുരത്ത് സമാപന സമ്മേളനം നടത്തുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ പാർട്ടിയുടെ സംസ്ഥാന കാര്യാലയം നമ്മുടെ ഭരണശിലാ കേന്ദ്രമായിട്ടുള്ള തിരുവനന്തപുരം കേന്ദ്രമാക്കി ഒരു വലിയ സംവിധാനത്തോടു കൂടി ആരംഭിക്കുവാനാണ് തീരുമാനിക്കുന്നത്. അപ്പം നമ്മുടെ ഈ വാഹനജാഥ കാസർഗോഡിൽ നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ പാർട്ടിയുടെ ദേശീയ തലത്തിൽ നിന്നുള്ള ശക്തരായ നേതാക്കന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുതിർന്ന പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ പാർട്ടി ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എത്രയും പെട്ടെന്ന് നടക്കും. ആ ഉദ്ഘാടനത്തോടു കൂടി ഈ പാർട്ടി കേരളത്തിലെ ഏറ്റവും ശക്തമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് പാർട്ടിയുടെ സംവിധാനം ആലോചിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വേറെ ഒരു കാര്യം ഇവിടെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ നമുക്ക് വരുന്ന നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. നമുക്കറിയാം ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് ഒരുപാട് പാർട്ടികൾ വന്നു ചേരുന്ന ഒരു പ്രവണതയാണുള്ളത്. നമുക്കറിയാം സംശുദ്ധമായ ഒരു രാഷ്ട്രീയം, സംശുദ്ധമായ ഒരു ഭരണം ദേശീയ ജനാധിപത്യ സഖ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വെച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം ഇടത് വലത് നമ്മൾ പല കാലങ്ങളിലായി ജനങ്ങൾ തിരിച്ചും മറിച്ചും പറയുന്ന വിഷയം തന്നെയാണ്. എങ്കിലും ജനങ്ങൾക്ക് മുമ്പിൽ വികസനം എന്ന് പറയുന്ന ആശയമാണ് LJPR വെക്കാനുള്ളത്. സമഗ്ര വികസനമാണ് നമ്മൾ അർത്ഥമാക്കുന്നത്. സമഗ്ര വികസനമാണ് നമ്മുടെ ലക്ഷ്യം. സംശുദ്ധമായ ഭരണമാണ്, ജനങ്ങൾക്ക് സാമൂഹിക നീതി ലഭ്യമാക്കുന്ന രീതിയിലുള്ള ഭരണമാണ് വേണ്ടത്. ആ ഒരു ഭരണത്തിൻ്റെ കാഴ്ചപ്പാടോടുകൂടി ദേശീയ ജനാധിപത്യ സഖ്യത്തിനൊപ്പം നിന്നുകൊണ്ട് ഈ ഇന്നലെ നടന്ന കൺവെൻഷനിലും അതോടൊപ്പം തന്നെ ബാക്കിയുള്ള NDAയുടെ പരിപാടികളിലുമൊക്കെ ശക്തമായ സാന്നിധ്യമായി ലോക് ജനശക്തി പാർട്ടി രാംവിലാസ് വിഭാഗം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഈ പാർട്ടിയുടെ ഒരു നല്ല മുഖം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ജനകീയമായ ഒരു മുഖം ഇനിയും ഈ പാർട്ടിയിൽ നിന്ന് കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ ക്രിയാത്മകമായ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. ആയതുകൊണ്ട് തന്നെ പരമാവധി ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞതുപോലെ ആവശ്യമായ സീറ്റുകൾ ചോദിക്കുന്ന കാര്യങ്ങളിൽ പാർലമെന്ററി ബോർഡ് യോഗം കൂടി അടിസ്ഥാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ആ തീരുമാനങ്ങൾ NDAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ചയ്ക്ക് വിധേയമാക്കി നിർബന്ധമായും LJPRന് അർഹതപ്പെട്ട സീറ്റ് തരണമെന്ന് ഞങ്ങൾ NDAയോടുകൂടി ആവശ്യപ്പെടുകയും സീറ്റ് നൽകുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. ആയതുകൊണ്ട് തന്നെ സീറ്റുകൾ കിട്ടിയാൽ തീർച്ചയായിട്ടും LJPRന്റെ കരുത്തരായ സ്ഥാനാർത്ഥികൾ ഇതിൽ മത്സരത്തിനുണ്ടാവും എന്നും കൂടി അറിയിക്കുകയാണ്. എല്ലാ ജില്ലയിലും പാർട്ടിയുടെ ശക്തമായിട്ടുള്ള രീതിയിൽ തന്നെ കമ്മിറ്റികൾ ആരംഭിക്കാനായിട്ടുള്ള നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലയിലെയും നല്ലവരായിട്ടുള്ള, ദേശസ്നേഹികളായിട്ടുള്ള, മൈനോറിറ്റി ആയിട്ടുള്ള, സാധാരണക്കാരായിട്ടുള്ള, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട, ആദിവാസി മേഖലയിൽപ്പെട്ട, പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, SC ST മേഖലയിൽപ്പെട്ട എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്.